എന്റെ മകൻ രാജു അവൻ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവനാ. എന്നിട്ട് അവൻ പെണ്ണ് കിട്ടിയില്ലേ? അവന്റെ ഡിവോഴ്സ് നടത്താൻ ഞാൻ ദാഹിക്കുന്നുണ്ടോ? കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക. രുക്മിണി, പല അഭ്യാസങ്ങളും കാണിച്ച് നീ ഞങ്ങളെ വരട്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നീ തേക്കൊള്ളി കൊണ്ട് നീ നിന്റെ തല ചൊറിയ. നീ കളിക്കല്ലേ രുക്മിണി? ഞങ്ങൾ കളി പഠിപ്പിക്കുവേ. വേണ്ട വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കും തോറും നീ കേറി കേറി വന്നങ്ങ് വിളയാ. മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കുന്നവരെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ രുക്മിണി, നീ എന്നേക്കുമായി മരണം കാലത്ത് കട്ടിലിൽ കിടക്കേണ്ടി വരും. ഓർമ്മിച്ചോ? ഹരീഷേ, നീ ക്ഷമിക്ക്. എന്നെക്കൊണ്ട് ഇവളിത് പറയിപ്പിക്കുന്നതാ. നിർമാല്യവും ദീപാരാധനയും തൊഴുത് വളർന്നവളാ ഞാൻ. നാവിലൂടെ നല്ലത് മാത്രം പറഞ്ഞ് ശീലിച്ചവള്. ചിലരോട് സംസാരിക്കുമ്പോ അറിയാതെ നമ്മളിലും അഴുക്ക് പടരും. എന്നോട് ക്ഷമിക്ക. മോനെ, അവിടെ ശ്രീ നിന്നെ കാത്തിരിക്കുക. നിന്നെ മാത്രം. അവളിതുവരെ നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ നീ കരയിപ്പിച്ച നീ കരയേണ്ടി വരും. അത് മറക്കണ്ട. അമ്മേ, അമ്മ എന്തൊക്കെ അനാവശ്യങ്ങൾ ഈ പറഞ്ഞു പരത്തുന്നേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നാട് മുഴുവൻ പറയുവാ നിന്റെ ഭാര്യയായിരുന്നവക്കെ ഭ്രാന്താന്ന്. ഇനി ഒരിക്കലും പ്രസവിക്കാത്ത അവളെ നീ ഉപേക്ഷിച്ചെന്ന്. നീ ചെന്ന് നാട്ടുകാരോട് മറുപടി പറയടാ. അളിയന്റെയും അമ്മായച്ചന്റെയും തല്ലു മേടിച്ച് നടക്കുന്ന നട്ടലില്ലാത്തവൻ, നാണമില്ലാത്തവൻ. രാധമേ, കരയാതെ കാര്യം എന്താണെന്ന് പറ. മോളെ, ഹരീഷ് ശ്രീലക്ഷ്മി ഉപേക്ഷിക്കാൻ പോവാ. ഉപേക്ഷിക്കാൻ പോവാണെന്നോ? ഇതാര് പറഞ്ഞു? രുക്മിണി. രുക്മിണിയോ? അവര് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരോട് പോവാൻ പറ രാധമേ. ഹരീഷ് എന്തെങ്കിലും പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. എന്റെ മോള് ശ്രീലക്ഷ്മിക്ക് അവന് ജീവനാ. ഈ കാര്യം വലുത് അവൾ അറിഞ്ഞ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുന്ന എന്റെ പേടി. ഒന്നും ഉണ്ടാവില്ല രാധമേ. ഇതൊക്കെ ആ രുക്മിണി വെറുതെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത്. രുക്മിണി ഡിവോഴ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ ഹരീഷ് സമ്മതിക്കില്ല. ഹരീഷിനോട് നമുക്ക് മറ്റു പലരെ കൊണ്ട് സംസാരിപ്പിക്കാം. ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താം. രാധമ്മ കരയല്ലേ? ശ്രീലക്ഷ്മി വിഷമിക്കും. ഒന്നും ഉണ്ടാവില്ല.